ഈശ്വമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിക്കുവാനും സൃഷ്ടാവിലേക്കും സഹജീവികളിലേക്കും കൂടുതൽ അടുക്കുവാനും ലഭിക്കുന്ന സുവർണ അവസരമാണല്ലോ നോമ്പുകാലം. അതെ, ആത്മനിയന്ത്രണത്തിന്റെയും സഹനത്തിന്റെയും സ്നേഹത്തിന്റെയും വലിയൊരു പാഠപുസ്തകം നമുക്ക് മുമ്പിൽ തുറക്കുന്നു നോമ്പുകാലം. കുരിശിന്റെ വഴിയിലൂടെ നടന്നു നീങ്ങി ക്രിസ്തുനാഥന്റെ കാലടികൾ പിന്തുടർന്ന് ആധുനിക കാലത്ത് ഭാരതത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ രക്തസാക്ഷിയായി മാറിയ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ആണിമരിയുടെ ജീവിതം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിച്ചുകൊണ്ട് ഇന്നേ ദിനം നമുക്ക് കൂടുതൽ അനുഗ്രഹപ്രദമാക്കി മാറ്റാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ തന്നെ സമീപിക്കുന്ന ധനികനായ ഒരു വ്യക്തിയോട് ഈശോ ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ നീ ഒരുക്കി വെച്ചിരിക്കുന്നത് ആരുടേതാകും? സ്വന്തം സുരക്ഷിതത്വത്തിന് വേണ്ടി വലിയ കളപ്പുരകൾ പണിത ധനികനായ വ്യക്തിയെ ഈശോ എന്ന് വിളിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ആണിമരിയെ പണിതത് ഭൗതികമായ കളപ്പുരകളല്ല. അവൾ തന്റെ ജീവിതമാകുന്ന കൊച്ചു കളപ്പുര മറ്റുള്ളവർക്ക് വേണ്ടി ശൂന്യമാക്കി. സ്വന്തം നാടും വീടും ത്യജിച്ച് ഉത്തരേന്ത്യയിലെ വരണ്ട മണ്ണിൽ അവൾ വിതച്ചത് സ്നേഹത്തിന്റെ വിത്തുകളായിരുന്നു. നമ്മുടെ കൈകൾ മുറുകെ പിടിക്കാനുള്ളതല്ല, തുറന്നു നൽകാനുള്ളതാണ് എന്ന് അവൾ തന്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥതയുടെ കളപ്പുരകൾ പൊളിച്ചു നീക്കി അവിടെ ദൈവത്തിനായി ഇടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ക്രിസ്തുനാഥന്റെ ഈ വാക്കുകൾ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ആണിമരിയുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറി. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുവാൻ ഇറങ്ങി അവളെ ക്രൂരന്മാരായ ചെന്നായ്ക്കൾ വളഞ്ഞു. 54 തവണ കഠാര അവളുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയപ്പോഴും അവൾ ഭയപ്പെട്ടില്ല. കാരണം ഗുരുവിനേക്കാൾ വലിയവനല്ല ശിക്ഷ എന്ന് അവൾ അറിഞ്ഞിരുന്നു. തന്റെ മണവാളനായ യേശു കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കുത്തി മുറിവേൽപ്പിച്ചവരോട് ഹൃദയപൂർവ്വം ക്ഷമിച്ചതുപോലെ തന്നെ കുത്തി മലർത്തിയ സമന്തർ സിംഗിനെ സഹോദര എന്ന് വിളിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുവാൻ അവൾക്ക് കഴിഞ്ഞു. അവളുടെ ഓരോ രക്തത്തുള്ളിയും ക്ഷമയുടെ സുഗന്ധമുള്ള പുഷ്പങ്ങളായി വിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ആണിമരിയ നമ്മുടെ ഹൃദയങ്ങളിൽ തൊട്ട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ കൊച്ചു പിണക്കങ്ങളും വൈരാഗ്യങ്ങളും പ്രതികാര ചിന്തകളുമെല്ലാം സ്നേഹത്തിന്റെ ബലിപീഠത്തിൽ ഉപേക്ഷിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മെ വേദനിപ്പിക്കുന്നവരെ സഹോദര സഹോദരി എന്ന് വിളിക്കുവാനുള്ള വിശാല മനസ്സ് നമുക്കുണ്ട്. മരിക്കാത്ത സ്നേഹമാണ് യഥാർത്ഥ നിക്ഷേപമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ളവരില് വേദനിക്കുന്നവരില് ക്രിസ്തുവിന്റെ മുഖം ദർശിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ആണിമരിയുടെ ഓരോ രക്തത്തുള്ളിയും ഓരോ വിത്തുകളായിരുന്നു, ക്ഷമയുടെയും സ്നേഹത്തിന്റെയും വിത്തുകൾ. ആ വിത്തുകൾ നമ്മുടെ ഹൃദയങ്ങളെ മുളയ്ക്കട്ടെ. സ്നേഹത്തിന്റെ ബലിയായി തീരുവാൻ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ ആണിമരിയുടെ മാധ്യസ്ഥം നമുക്ക് കരുതേകട്ടെ.